ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നടന്നിട്ടുള്ള ഒരു LGS പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് 170/2024 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഓക്കെ, അടുത്ത ചോദ്യം, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം, ദാദാഭായ് നവറോജി. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം, ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ ശരിയായ പ്രസ്താവന 1857 വിപ്ലവത്തിൻ്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം, ലാഹോർ സമ്മേളനം. ഓക്കെ, ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം, ജവഹർലാൽ നെഹ്റു. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം, റിപ്പബ്ലിക്. ഓക്കെ, റിപ്പബ്ലിക് എന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം അറിയപ്പെടുന്നത്. റിപ്പബ്ലിക് എന്ന പേരിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ക്ഷോമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം, നിർദ്ദേശക തത്വങ്ങളിൽ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ ശരിയായ പ്രസ്താവന മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഇതാണ് ശരിയായ പ്രസ്താവന. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം, വിദ്യാഭ്യാസം. ഓക്കെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A ഉറപ്പു നൽകുന്നത്. ഓക്കെ, മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം, വില്യം ലോഗൻ കമ്മീഷൻ. ഓക്കെ, വില്യം ലോഗൻ കമ്മീഷനാണ് മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? ഉത്തരം, രാമൻ നമ്പി. ഓക്കെ, രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളാണ് സർവ വിദ്യാധിരാജ എന്ന് അറിയപ്പെടുന്നത്. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? ഉത്തരം, മിതവാദി. ഓക്കെ, മിതവാദിയാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? ഉത്തരം, അയ്യങ്കാളി. ഓക്കെ, അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ്. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ, സിംഗപ്പൂർ. ഉത്തരം, സിംഗപ്പൂരാണ്. ഇസ്രായേലിൽ നിന്നും ഫലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് എന്താണ്? ഉത്തരം, ഓപ്പറേഷൻ അജയ്. ഓക്കെ, അടുത്ത ചോദ്യം, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യ നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം, 1ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഉത്തരം, അരുണാചൽ പ്രദേശ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം, 2 മാത്രമാണ്. അതായത് MN കുൻസുർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഓക്കെ, അതാണ് പ്രസ്താവന. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏതാണ്? ഉത്തരം, മധുരയാണ്. ഓക്കെ,
ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം 2ഉം 4ഉമാണ്. അതായത് സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധോദ്ദേശ പദ്ധതിയാണ്. ഓക്കെ. അടുത്തത് ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ഉത്തരം കൊല്ലം. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ഉത്തരം ജീവൻ രക്ഷാ പതക്. ഓക്കെ. അടുത്ത ചോദ്യം, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗോദാവരി. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? ഉത്തരം തൂത്തുക്കുടി. ഓക്കെ. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഉത്തരം ഡക്കാൻ പീഠഭൂമി. ഓക്കെ. അടുത്ത ചോദ്യം, ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഉത്തരം ബാരലച്ചാല ചുരം. ഓക്കെ. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഉത്തരം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഓക്കെ. അടുത്ത ചോദ്യം, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 1ഉം 2ഉമാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. ഓക്കെ. ഇത് രണ്ടുമാണ് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം ഇടക്കൽ ഗുഹ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം പള്ളിവാസൽ. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? ഉത്തരം പള്ളിക്കര. ഓക്കെ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിനാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഉത്തരം കാപ്പിയാണ്. ഓക്കെ. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? ഉത്തരം ആലപ്പുഴയാണ്. ഓക്കെ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ. ഓക്കെ. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ. ശരിയായത്, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ്. ഇരവിക്കുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഏകദേശം 2695 മീറ്റർ ഉയരം. ഇതാണ് ശരിയായ കാര്യങ്ങൾ. ഓക്കെ. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം കോതമംഗലം. ഓക്കെ. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഓക്കെ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം വി അബ്ദുറഹ്മാൻ. ഓക്കെ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഉത്തരം HDFC. ഓക്കെ. 2021 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? ഉത്തരം പൃഥ്വിരാജാണ്. ഓക്കെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം അർഷാദ് നദീം. ഓക്കെ. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 22. ഓക്കെ. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ
ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഉത്തരം ഡെങ്കി വൈറസ്. ഓക്കെ. 2024 മികച്ച സിനിമയ്ക്കുള്ള 193-ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. എന്നാൽ മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം കിലിയൻ മർഫിയാണ്. ഓക്കെ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. ഓക്കെ. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഉത്തരം മാനന്തവാടി. ഓക്കെ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏതാണ്? ഓക്കെ. അൽഗോരിതങ്ങളുടെ നാട്. അടുത്ത ചോദ്യം, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരായിരുന്നു? ഉത്തരം അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? ഉത്തരം ന്യൂറാലിങ്ക്. ഓക്കെ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര് എന്താണ്? ഉത്തരം നീലു. ഓക്കെ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം 1ഉം 4ഉം. ഉളിപ്പല്ല്, അഗ്രചർവണകം. ഓക്കെ. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ D ആണ്. ഓക്കെ. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? ഉത്തരം വെണ്ട. ഓക്കെ. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 2006 ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1984. ഓക്കെ. 2004 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. ഓക്കെ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം സ്വീഡൻ. ഓക്കെ. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ. ഇവിടെ ശരിയായ പ്രസ്താവന 1ഉം 2ഉം 3ഉം. അതായത് ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ഓക്കെ. അടുത്ത ചോദ്യം, തുല്യ വലുപ്പമുള്ള 2 സമാന ദർപ്പണങ്ങൾക്കിടയിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? ഉത്തരം 90 ഡിഗ്രി. ഓക്കെ. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ഉത്തരം 2ഉം 3ഉം ശരിയാണ്. അതായത് സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കും. ഓക്കെ. അടുത്ത ചോദ്യം, ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ഓക്കെ. ഇതാണ് ഇവിടുത്തെ ശരിയായ പ്രസ്താവന. ഓക്കെ. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഓക്കെ. അടുത്ത ചോദ്യം, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം സഹജ. ഓക്കെ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര് എന്താണ്? ഉത്തരം കൈരളി. ഓക്കെ. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം വുഹാനാണ്.
താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? പ്രമേഹം, രക്താതിമർദ്ദം, പക്ഷാഘാതം, ടൈഫോയിഡ്. ഉത്തരം ടൈഫോയിഡാണ്. ഓക്കെ. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ്? ഉത്തരം മാമോഗ്രാം. ഓക്കെ. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ്? ഉത്തരം ജ്യോതിസ്. ഓക്കെ. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. ഓക്കെ. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏതാണ്? ഉത്തരം വിബ്രിയോ. ഓക്കെ. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ഉത്തരം ശലഭം. ഓക്കെ. അടുത്ത ചോദ്യം, ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ഏതാണ്? ഉത്തരം ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം പൂനെ. ഓക്കെ. താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഓക്കെ. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏതാണ്? ഉത്തരം അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ഏത് മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് പകരുന്നത്? ഉത്തരം മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടി. ഓക്കെ. അടുത്ത ചോദ്യം, ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഉത്തരം MAL. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? നിപ്പ, പോളിയോ, എംപോക്സ്, ക്ഷയം. ഉത്തരം 1, 3, അതായത് നിപ്പ, എംപോക്സ് എന്നിവയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ GK ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.